ഹായ് ഫ്രണ്ട്സ്, കേരള സിലബസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 1ാമത്തെ യൂണിറ്റാണ്. This unit, our first unit, consists of 3 literary pieces. The first one is The Race, an award-winning story written by Nisha Punjabi. Nisha Punjabi is a freelance writer based to Lucknow. And the second one is an extract from the autobiography of Sachin Ramesh Tendulkar, Learning the Game. And the third one is a song, Bang the Drum. Let us see a picture. നമുക്കൊരു ചിത്രം കാണാം. Do you know the place of this picture? ഈ ചിത്രത്തിലെ കളിക്കാരെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? Can you say their names? അവരുടെ പേരുകൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അവരുടെ പേരുകൾ നിങ്ങൾക്കറിയാമോ? അതെ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ അംഗങ്ങളാണ് ഇവർ. അപ്പോൾ ഒരു സ്പോർട്സ് താരത്തിന് വേണ്ട നല്ല ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ടീം സ്പിരിറ്റ്. രണ്ടാമതായിട്ട് വേണ്ടതാണ് ഹാർഡ് വർക്ക്, കഠിനാധ്വാനം. ഒരു സ്പോർട്സ് താരം എന്ന് പറയുന്നത് കഠിനാധ്വാനം ചെയ്യാനായിട്ട് ഇരിക്കണവനായിരിക്കണം. പിന്നെയോ ഡിസിപ്ലിൻ, അച്ചടക്കം വേണ്ടതാണ്. കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാനും അങ്ങനെ എന്നും പ്രാക്ടീസ് ചെയ്യാനും തയ്യാറായിരിക്കണം ഒരു കായിക താരം എന്ന് പറയുന്നത്. എന്നാൽ മാത്രമേ വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മൂന്നാമത്തേത് എന്താണ്? ഫൈറ്റിംഗ് സ്പിരിറ്റ്. ഹി ഹാസ് ടു ഫൈറ്റ് ടിൽ ദ ഗെയിം എൻഡ്സ്. അതായത് കളിയുടെ അവസാനം വരെ ഫൈറ്റ് ചെയ്യാനുള്ള ആ ഒരു സ്പിരിറ്റ് ആ കളിക്കാരന് ഉണ്ടായിരിക്കണം. അടുത്തതായിട്ടാണ് എന്തെന്ന് പറയുന്നത്? പോസിറ്റീവ്. ബി പോസിറ്റീവ്. അയാളൊരു ശുഭചിന്തകനായിരിക്കണം. ഒരു താരം എന്ന നിലയ്ക്ക്, ഒരു കളിക്കാരൻ എന്ന നിലയ്ക്ക് പലതരത്തിലുള്ള സാഹചര്യങ്ങളെ അവർക്ക് നേരിടേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ തൻ്റെ മനസ്സിനെ ഹി ഹാസ് ടു ഫിൽ ഹിസ് മൈൻഡ് വിത്ത് പോസിറ്റീവ് തോട്ട്സ്. തൻ്റെ മനസ്സിൽ ശുഭചിന്തകൾ കൊണ്ട് നിറച്ചാൽ മാത്രമേ അയാൾക്ക് വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. There were so many legends who were not good at their studies. അതായത് വിദ്യാഭ്യാസത്തിൽ കുറച്ച് പിന്നോക്കം നിൽക്കുന്ന ധാരാളം ലെജൻസ് ഉണ്ടായിരുന്നു. അവരിലൊരാളാണ് നമ്മൾ എല്ലാവരും അറിയുന്ന നമ്മുടെ സച്ചിൻ തെണ്ടുൽക്കർ. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അത്രയ്ക്ക് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയൊന്നും ആയിരുന്നില്ല സച്ചിൻ. പക്ഷേ സച്ചിന് വേറെ കഴിവുകളുണ്ടായിരുന്നു. അതാണ് പറയുന്നത്, ഒരാൾക്കൊരു കഴിവില്ലെങ്കിൽ അയാൾക്ക് മറ്റൊരു കഴിവുണ്ടാകും. ഒരു കാര്യത്തിൽ പിന്നിലാണെങ്കിൽ വേറൊരു കാര്യത്തിൽ മുൻപന്തിയിലായിരിക്കും. എവ്രി വൺ ഹാസ് ടാലൻറ്റ്. എല്ലാവർക്കും കഴിവുകൾ ഉണ്ട്. നമ്മൾ തന്നെ നമ്മളുടെ ഉള്ളിലെ കഴിവുകളെ പുറത്തെടുത്ത് അതിനെ മിനുക്കിയെടുക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള ഒരു കുട്ടിയെ നമുക്ക് നമ്മുടെ പാഠഭാഗത്തിൽ കാണാം. നമ്മുടെ ആദ്യത്തെ കഥയായ നിഷ പഞ്ചാബിയുടെ കഥയായ അവാർഡ് വിന്നിംഗ് സ്റ്റോറിയായ ദ റേസിൽ നമുക്ക് പരിചയപ്പെടാം. ദ റേസ്. തരുൺ വാസ് എ മീഡിയോക്കർ സ്റ്റുഡൻറ്റ്. തരുൺ എന്ന് പറയുന്ന കുട്ടിയാണ് ഇതിലെ മെയിൻ കഥാപാത്രം. ഈ കഥയിലെ മീഡിയോക്കർ സ്റ്റുഡൻറ്റ്, ഇടത്തരം കുട്ടിയായിരുന്നു. ഭയങ്കര പഠിക്കാൻ വലിയ കഴിവുള്ള കുട്ടിയൊന്നും ആയിരുന്നില്ല. ഹിസ് ഗ്രേഡ്സ് കുഡ് ബെയർലി സാറ്റിസ്ഫൈ ഹിസ് പാരൻസ്. അവൻ്റെ മാർക്കുകൾ കഷ്ടിച്ചാണ് അവൻ്റെ വീട്ടുകാരെ തൃപ്തിപ്പെടുത്തിയിരുന്നത്. ആൻഡ് ഹി വാസ് നോട്ട് എ ഗുഡ് സിംഗർ, ഡാൻസർ, പെയിൻറ്റർ ഓർ ഈവൺ ആൻ ആക്ടർ. തരുൺ നല്ല ഒരു ഗായകനായിരുന്നില്ല, ഡാൻസർ ആയിരുന്നില്ല, പെയിൻറ്റർ ആയിരുന്നില്ല, ഒരു അഭിനേതാവും ആയിരുന്നില്ല. പഠിക്കാനും പോരായിരുന്നു. ഹി ഓൾവേസ് തോട്ട് ഓഫ് ഹിംസെൽഫ് ആസ് ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി. അവൻ തന്നെ ബ്ലാക്ക് ഷീപ്പായിട്ടാണ് കണക്കാക്കിയിരുന്നത്. എന്താണ് ബ്ലാക്ക് ഷീപ്പ്? ബ്ലാക്ക് എന്ന് വെച്ചാൽ കറുപ്പ്, ഷീപ്പ് എന്ന് വെച്ചാലോ ആട്. അപ്പോൾ കറുത്ത ആട് എന്നാണോ ഉദ്ദേശിക്കുന്നത്? അല്ല. ബ്ലാക്ക് ഷീപ്പ് എന്ന് വെച്ചാൽ എ പേഴ്സൺ
സ്ട്രോങ്ലി ഡിസപ്രൂവ്ഡ് ബൈ ദ അതർ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി. വീട്ടിലെ മറ്റാരാലും അംഗീകരിക്കപ്പെടാത്ത ഒരു വ്യക്തിയാണ് ബ്ലാക്ക് ഷീപ്പ്. an odd one of the group. അതാണ് ബ്ലാക്ക് ഷീപ്പ്. അപ്പോൾ തരുൺ തന്നെ സ്വയം ബ്ലാക്ക് ഷീപ്പായിട്ടാണ് കണക്കാക്കിയിരുന്നത്. His elder brother, who was pursuing a degree in engineering from a reputed college, always made the family proud. Arun's brother was an engineering student. Engineering പഠിക്കുകയായിരുന്നു. നല്ല ഒരു പ്രശസ്തമായ കോളേജിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു തരുണിൻ്റെ ബ്രദർ. അപ്പോൾ തരുണിൻ്റെ പാരൻസിന് അവനെക്കുറിച്ച് വളരെയധികം അഭിമാനമുണ്ടായിരുന്നു. എന്നാൽ തരുണിനെക്കുറിച്ച് ഈ പറഞ്ഞതൊന്നും തന്നെ അവർക്കുണ്ടായിരുന്നില്ല. ബിക്കോസ് ഹി വാസ് നോട്ട് ഗുഡ് അറ്റ് ഹിസ് സ്റ്റഡീസ്. ബട്ട് തരുൺ വാസ് നെവർ ഗുഡ് അറ്റ് എനിത്തിങ് ലൈക്ക് ദാറ്റ്. എന്നാലോ തരുൺ അങ്ങനെ ഒന്നിലും ഒന്ന് മെച്ചപ്പെട്ട് നിന്നിരുന്നില്ല. However, he was blessed with the strength of a great athlete. He was an excellent runner. ഇനി പഠിത്തത്തിൽ പിന്നിലായിരുന്നെങ്കിൽ അരുണിന് ദൈവം വേറൊരു കഴിവ് നൽകിയിട്ടുണ്ടായിരുന്നു. ഹി വാസ് എൻ എക്സലൻറ്റ് റണ്ണർ. നന്നായിട്ട് ഓടാൻ കഴിവുള്ള കുട്ടിയായിരുന്നു തരുൺ. ഹി വുഡ് റൺ ഫോർ us, be it day or night. Whenever he felt sad and lonely, he exhausted himself by running, thus releasing all his pent-up emotions. തരുൺ എന്തെങ്കിലും സങ്കടങ്ങൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അവൻ ഏകാന്തനായി എന്ന ഒരു തോന്നൽ അവൻ ഉണ്ടാകുകയാണെങ്കിൽ അവൻ മണിക്കൂറുകളോളം ഓടി അങ്ങനെ തൻ്റെ ഉള്ളിലുള്ള ആ സങ്കടം, ആ ബാഡ് എനർജിയൊക്കെ അവൻ ഓടി അത് ഉപയോഗിച്ച് തീർക്കുമായിരുന്നു. അവന് മറക്കാൻ കഴിയാത്ത എന്തെങ്കിലും വികാരങ്ങൾ, പെൻഡപ്പ് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ മറക്കാൻ കഴിയാത്ത വികാരങ്ങൾ ഉണ്ടെങ്കിൽ തരുൺ ഓടി അത് തീർക്കുമായിരുന്നു. At times he would miss his school bus and would then run to school, which was 5 miles away from his home. സ്കൂൾ ബസ് മിസ്സായാൽ തരുൺ സ്കൂളിലേക്ക് ഓടിപ്പോവും. തൻ്റെ വീട്ടിൽ നിന്ന് 5 മൈൽ അകലെയാണ് സ്കൂള്. അവിടം വരെ തരുൺ ഓടിപ്പോകുമായിരുന്നു. He just had one dream to become the fastest runner in the world. തരുണിന് ഒരേ ഒരു മോഹമുണ്ടായിരുന്നുള്ളൂ, ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഓട്ടക്കാരനാകണം എന്ന മോഹമായിരുന്നു തരുണിന്. തരുൺ ഡിഡ് നോട്ട് നോ ഹൗ ടു അച്ചീവ് ഹിസ് ഡ്രീം. തരുൺ ഡിഡ് നോട്ട് നോ ഹൗ ടു അച്ചീവ് ഹിസ് ഡ്രീം. വാട്ട് വാസ് തരുൺസ് ഡ്രീം? ടു ബിക്കം ആൻ എക്സലൻറ്റ് റണ്ണർ ഇൻ ദ വേൾഡ്. ആ സ്വപ്നം എങ്ങനെ സാക്ഷാത്കരിക്കുമെന്ന് തരുണിന് അറിയില്ലായിരുന്നു. എന്താണ് കാരണം? എന്തുകൊണ്ടാണ് തരുൺ അത് അറിയാതെ പോയത്? On the other hand, his parents hated his running and wanted him to concentrate more on his studies. അവൻ്റെ മാതാപിതാക്കൾ തരുൺ പഠിക്കാത്തത് കൊണ്ടും നല്ല മാർക്ക് നേടാത്തത് കൊണ്ടും തരുൺ ഓടുന്നതിനോട് അവൻ്റെ മാതാപിതാക്കൾക്ക് ഒട്ടും തന്നെ യോജിപ്പ് ഉണ്ടായിരുന്നില്ല. On the other hand, he belonged to a middle class family. പിന്നെയോ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് തരുൺ ജനിച്ചത്. And Tarun knew that to achieve his dream, he needed an intensive training. അവൻ്റെ അഭിലാഷം സഫലീകരിക്കണമെങ്കിൽ അവന് തീവ്ര പരിശീലനത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. The amount for which was well beyond his family's reach. ഇവനെ ഇത്രയും പൈസയൊക്കെ നൽകിയിട്ട് പഠിപ്പിക്കാനായിട്ടുള്ള കഴിവ് ആ കുടുംബത്തിന് ഇല്ലായിരുന്നു. Then when Tarun failed in his terminal examination, his father was very angry with him. ടെർമിനൽ എക്സാമിനേഷന് പരീക്ഷയ്ക്ക് തരുൺ തോറ്റപ്പോൾ തരുണിൻ്റെ അച്ഛന് ഭയങ്കര ദേഷ്യമായി അവനോട്. ഹിസ് ഫ്രണ്ട്സ് ടു മെയ്ഡ് ഫൺ ഓഫ് ഹിം. അവൻ്റെ കൂട്ടുകാരും അവനെ നല്ലപോലെ കളിയാക്കി. ഇറ്റ് വാസ് എ ഡേ ഹി വാണ്ടഡ് ടു വൈപ്പ് ഔട്ട് ഫ്രം ഹിസ് മെമ്മറി. അവൻ്റെ ഓർമ്മയിൽ നിന്ന് തുടച്ചു മാറ്റാൻ അവൻ ആഗ്രഹിച്ച ഒരു ദിവസമായിരുന്നു അത്. ആൻഡ് സോ ഹി ടുക്ക് ടു റണ്ണിങ്. അവന് സങ്കടം വന്നാൽ അവൻ എന്തു ചെയ്യും? ഓടും. അന്നും അവൻ പതിവ് പോലെ ഓടി. ഹി റാൻ ഓൾ അറൗണ്ട് ദ പാർക്ക്. എവിടെയാണ് അവൻ ഓടിയത്? പാർക്കിന് ചുറ്റുമോടി. ദ സൺ ബീറ്റ് ഡൗൺ ടു ചെക്ക് ഹിസ് റേജ്, ബട്ട് നത്തിങ് കുഡ് സ്റ്റോപ്പ് തരുൺ. ശക്തമായ ചൂടും വെയിലും ഉണ്ടായിരുന്നു, പക്ഷേ
തരുണിൻ്റെ ആ ദേഷ്യത്തെ അടക്കാനായിട്ട് ആരെക്കൊണ്ടും കഴിഞ്ഞില്ല. എബൌട്ട് ഹാഫ് ആൻ അവർ, അരമണിക്കൂറിന് ശേഷം ഹി വാസ് ഫുള്ളി എക്സോസ്റ്റഡ് ആൻഡ് ഹിസ് ഫ്യൂറി ഹാവിങ് സബ്സൈഡഡ്, അവൻ്റെ ആ ദേഷ്യം ഓടിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ ആ മനസ്സിലുള്ള സങ്കടമൊക്കെ ഒന്ന് തീർന്നു. അവൻ്റെ ആ ദേഷ്യത്തിൻ്റെ തീവ്രത കുറഞ്ഞു. ഹി ത്രൂ ഹിംസെൽഫ് ഓൺ എ ബെഞ്ച്, അവൻ ചെന്നൊരു ബെഞ്ചിലേക്ക് കിടന്നു. ആൻഡ് സ്റ്റാർട്ടഡ് പാൻറ്റിങ് ഹെവിലി എന്ന് വെച്ചാൽ ക്വിക്ക് ബ്രീത്ത്, ദീർഘമായിട്ട് ശ്വസിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇവിടെ 1-2 ചോദ്യങ്ങളുണ്ട്, നമുക്കത് നോക്കാം. What do you like more? Who do you like more? തരുൺ or his brother? Why? നിങ്ങൾ തരുണിനെയാണോ അവൻ്റെ സഹോദരനെയാണോ ഇഷ്ടപ്പെടുന്നത്? എന്താ കാരണം? തരുണിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അതിനുള്ള കാരണം എന്താണ്? സഹോദരനെയാണോ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അതിനുള്ള കാരണം എന്താണ്? അപ്പോൾ നമ്മുടെ ഈ കഥയിൽ തരുണിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ്റെ ബ്രദറിനെ കുറിച്ച് 1-2 വരികൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായി നമ്മളുടെ ഉത്തരം എന്തായിരിക്കും? ഐ ലൈക്ക് തരുൺ. എന്താണ്? തരുണിനെയാണ് ഇഷ്ടം. ഹി ഹാസ് അനദർ എബിലിറ്റി ഓൾദോ ഹി ഈസ് നോട്ട് ഗുഡ് അറ്റ് ഹിസ് സ്റ്റഡീസ്. വിദ്യാഭ്യാസത്തിൽ അവന് അത്ര മെച്ചപ്പെട്ടവനല്ലെങ്കിലും അവന് മറ്റ് കഴിവുകളുണ്ടായിരുന്നു. സോ ഐ ലൈക്ക് തരുൺ. അതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. വൈ ഡിഡ് തരുൺ തിങ്ക് ദാറ്റ് ഹി വാസ് ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി? തരുൺ എന്തുകൊണ്ടാണ് അവനെ ബ്ലാക്ക് ഷീപ്പായിട്ട് കണക്കാക്കിയിരുന്നത്? ആരാലും അംഗീകരിക്കപ്പെടാത്ത ഒരു വ്യക്തിയായിട്ട് തരുൺ സ്വയം കരുതിയത് എന്തുകൊണ്ടാണ്? തരുൺ വാസ് നോട്ട് ഗുഡ് അറ്റ് ഹിസ് സ്റ്റഡീസ്. ഹിസ് ബ്രദർ വാസ് എൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ്. ഹിസ് പാരൻസ് വെർ പ്രൗഡ് ഓഫ് ഹിസ് ബ്രദർ. So Tarun became very sad and he thought himself as the black sheep of the family. അവൻ പഠിക്കാൻ മോശമായിരുന്നു, അവൻ്റെ ചേട്ടനാണെങ്കിലോ മിടുക്കനായിരുന്നു, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു. മാതാപിതാക്കൾ അവൻ്റെ ചേട്ടനെക്കുറിച്ച് അഭിമാനിച്ചിരുന്നു. ഇതെല്ലാം ഓർത്തപ്പോൾ തരുണിന് സങ്കടമായി. അവൻ സ്വയം ഒന്നിനും കൊള്ളില്ലാത്തവനാണ്, ആരാലും അംഗീകരിക്കപ്പെടാൻ പറ്റാത്തവനാണ് എന്ന് അവൻ സ്വയം തീരുമാനിച്ചു. What were the obstacles before Tarun in pursuing his dream? എന്തായിരുന്നു തരുണിൻ്റെ ഡ്രീം എന്ന് പറയുന്നത്? ടു ബിക്കം എ ഗുഡ് റണ്ണർ, ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും സ്പീഡുള്ള ഓട്ടക്കാരനാകുക. അതിന് തടസ്സം വന്നത് എന്താണ്? ഒബ്സ്റ്റക്കിൾ എന്ന് പറഞ്ഞാൽ അതിന് തടസ്സം വന്നത് എന്താണ്? ഗിവ് സം സജഷൻ ടു സോൾവ് ദിസ്. ഹിസ് പാരൻസ് ഹേറ്റഡ് ഹിസ് റണ്ണിങ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്? ഹിസ് പാരൻസ് ഹേറ്റഡ് ഹിസ് റണ്ണിങ്. അവൻ്റെ മാതാപിതാക്കൾക്ക് അവൻ്റെ ഓട്ടത്തിനോട് ഇഷ്ടമല്ലായിരുന്നു, വെറുപ്പായിരുന്നു. പിന്നെന്താണ്? ദേ കുഡ് നോട്ട് അഫോർഡ് ദ എമൗണ്ട് നീഡഡ് ഫോർ ഇൻറ്റൻസീവ് കോച്ചിങ്. ഇൻറ്റൻസീവ് ട്രെയിനിങ്ങിന് വേണ്ട വളരെ ഭീമമായ തുക നൽകി അവനെ പരിശീലിപ്പിക്കാൻ അയക്കാനുള്ള സാമ്പത്തിക ശേഷി അവർക്കില്ലായിരുന്നു. ദേ കുഡ് നോട്ട് അഫോർഡ്. ഈ 2 കാര്യങ്ങളാണ് തരുണിൻ്റെ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ പോയത്. അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് എന്താണ് സജഷൻ പറയാനുള്ളത്? ഒരു പരിഹാരം നമുക്ക് എന്താണ് പറയാനുള്ളത്? അതായത് ഹി ക്യാൻ അപ്രോച്ച് ദോസ് പീപ്പിൾ, അല്ലേ? അവന് അങ്ങനെയുള്ള ആളുകളെ സമീപിക്കാം. എങ്ങനെയുള്ള? ഹു ലവ് സ്പോർട്സിനെ ഇഷ്ടപ്പെടുന്ന. ആൻഡ് റിക്വസ്റ്റ് ദം ടു, അവരോട് അപേക്ഷിക്കാം. എന്തിനു വേണ്ടി? ടു സ്പോൺസർ ഹിം, അവനെ സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ട് അവന് അപേക്ഷിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് വാസ് എ ഡേ ഹി വാണ്ടഡ് ടു വൈപ്പ് ഔട്ട് ഫ്രം ഹിസ് മെമ്മറി. വൈ? എന്തായിരുന്നു അവൻ്റെ മനസ്സിൽ നിന്ന് തുടച്ചു നീക്കാൻ ഇഷ്ടപ്പെട്ട ആ ഒരു ദിവസത്തെ കാര്യം എന്തായിരുന്നു? അരുൺ ഫെയിൽഡ് ഇൻ ദ ടെർമിനൽ എക്സാമിനേഷൻ. ഹിസ് ഫാദർ വാസ് ആംഗ്രി വിത്ത് ഹിം. അതുകൂടാണ്ട് ഹിസ് ഫ്രണ്ട്സ് ഓൾസോ മെയ്ഡ് ഫൺ ഓൺ ഹിം. അതായത് അവൻ്റെ കൂട്ടുകാരും അവനെക്കുറിച്ച് ഹിസ് ഫ്രണ്ട്സ് ഓൾസോ മെയ്ഡ് ഫൺ ഓഫ് ഹിം. സോ ഹി ബിക്കെയിം സാഡ്. അപ്പോൾ അവന് വളരെയധികം സങ്കടമായി. പരാജയപ്പെട്ടതുകൊണ്ട് അച്ഛൻ അവനെ നല്ലപോലെ ശകാരിച്ചു, കൂട്ടുകാരും കളിയാക്കി. അങ്ങനെ അരുണിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായി അത് മാറി. സഡൻലി ഹി ഹേർഡ് എ വോയിസ്. അപ്പോൾ അരുൺ തളർന്നു വന്ന് കിടക്കുകയാണ് ബെഞ്ചിൽ.
അപ്പോഴാണ് അവനൊരു ശബ്ദം കേട്ടത്, ഒരു സ്വരം കേട്ടു. എന്താണ്? at his elbow. What is it, son? എന്താ മോനെ? തരുൺ turned to his left hand. There sat a man of about 60. അവൻ ഇടതുവശത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ 60 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ അവൻ്റെ അടുത്തിരിക്കുന്നത് കണ്ടു. അപ്പോൾ അവൻ എന്തു പറഞ്ഞു? I failed in 2 subjects. ഞാൻ 2 വിഷയങ്ങൾക്ക് പരാജയപ്പെട്ടു. He replied in a depressed tone. വളരെ നിരാശയോടുകൂടിയ ആണവൻ പറഞ്ഞത്. The man smiled sympathetically and said, ഇവനെ നോക്കി സഹതാപത്തോടുകൂടി ചിരിച്ചുകൊണ്ട് ആ വ്യക്തി തുടർന്നു, ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. അതായത് ജീവിതത്തിൽ അപ്സ് കയറ്റങ്ങളുമുണ്ട്, ഡൗൺ ഇറക്കവും ഉണ്ട്. മൈ ബോയ്, എൻ്റെ മോനെ, ജീവിതം എന്ന് പറയുന്നത് കയറ്റവും ഇറക്കവും ഉള്ളതാണ്. അതായത് വിജയവും പരാജയവും ജീവിതത്തിലുണ്ട്. ബൈ ദ വേ, ഐ എം രാം നാരായൺ ആൻഡ് യു ആർ വൺ ഓഫ് ദ ബെസ്റ്റ് റണ്ണേഴ്സ് ഐ ഹാവ് എവർ സീൻ. എൻ്റെ പേര് രാം നാരായണനാണ്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഓട്ടക്കാരനാണ് നീ. രാം നാരായൺ, രാം നാരായൺ, ആർ യു ദ സെയിം രാം നാരായൺ ഹു വൺ ആൻ ഒളിമ്പിക് മെഡൽ ഇൻ ദ 400 meter റേസ് ഇൻ ദ 1960s? തരുൺ കുഡ് നോട്ട് ഹൈഡ് ഹിസ് എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ രാം നാരായണൻ എന്ന് കേട്ടപ്പോൾ തരുണ് അതിശയമായി. 1960 ഒളിമ്പിക്സിൽ 400 മീറ്റർ റേസിൽ മെഡൽ വാങ്ങിയ, ഒളിമ്പിക് മെഡൽ വാങ്ങിയ വ്യക്തിയാണ് രാം നാരായണൻ. അപ്പോൾ ചോദിക്കുകയാണ്, ആ വ്യക്തി തന്നെയാണോ നിങ്ങൾ? അവൻ്റെ ആ ആങ്സൈറ്റി മറച്ചു വെക്കാനായിട്ട് സാധിച്ചില്ല. യെസ്, പാറ്റ് കെയിം ദ റിപ്ലൈ. തരുൺ വാസ് ഡാസിൽഡ്. പെട്ടെന്ന് മറുപടി വന്നു, അതെ, ഞാൻ ആ വ്യക്തിയാണ്. തരുണിന് ആകെ കൺഫ്യൂഷനായി. Son, I have been watching you for the past 45 minutes, continued Ram Narayan, and I see a good future in you. മോനെ, ഞാനൊരു 3/4 മണിക്കൂറായി ഞാൻ നിന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നിനക്ക് നല്ല ഒരു ഭാവി ഉണ്ട്, രാം നാരായൺ പറഞ്ഞു. ഇപ്പുറത്ത് ഇനി ചോദ്യം എന്താണെന്ന് വെച്ചാൽ, വാട്ട് മെയ്ഡ് രാം നാരായൺ സേ ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്? എന്തുകൊണ്ടാണ് രാം നാരായൺ പറഞ്ഞത് ജീവിതം എന്ന് പറയുന്നത് അപ്സ് ആൻഡ് ഡൗൺസ് നിറഞ്ഞതാണെന്ന്? എന്തിനു വേണ്ടിയിട്ടാണ്? ഹി സെഡ് ദിസ് ടു കൺസോൾ തരുണിനെ ആശ്വസിപ്പിക്കാനാണ് രാം നാരായൺ അങ്ങനെ പറഞ്ഞത്. ഡു യു തിങ്ക് തരുൺസ് മീറ്റിംഗ് വിത്ത് രാം നാരായൺ വുഡ് ചേഞ്ച് ഹിസ് ലൈഫ്? എക്സ്പ്ലെയിൻ. രാം നാരായണനുമായിട്ടുള്ള കൂടിക്കാഴ്ച അരുണിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കൂ. ഇവിടെ രാം നാരായൺ ആരാണ്? രാം നാരായൺ ഈസ് എ ഗ്രേറ്റ് ആത്ലറ്റ്. പിന്നെയോ, ഹി വാസ് ഇംപ്രസ്ഡ് ബൈ തരുൺസ് എബിലിറ്റി. അയാൾക്ക് തരുണിൻ്റെ കഴിവിൽ വളരെയധികം താല്പര്യം തോന്നി. ആൻഡ് ഹി ഡിസൈഡഡ് ടു ട്രെയിൻ തരുണിന് ഇൻറ്റൻസീവ് കോച്ചിങ് നൽകാം, ഇൻറ്റൻസീവ് ട്രെയിനിങ് നൽകാമെന്ന് അയാൾ തീരുമാനിച്ചു. അപ്പോൾ തരുണിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നിരിക്കുകയല്ലേ ആ കണ്ടുമുട്ടൽ. തരുൺ കുഡ് നോട്ട് ഹെൽപ്പ് ബട്ട് ബ്ലഷ്. തരുണിൻ്റെ മുഖം പരിഭ്രമം കൊണ്ട് ചുമന്നു. ഓൾ യു നീഡ് ടു ഡു ഈസ് കീപ് ദറ്റ് പാഷൻ ബേണിംഗ് ഇൻ യു ആൻഡ് നെവർ ഗിവ് അപ്പ്. മോനെ, നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിൻ്റെ ഉള്ളിലുള്ള ആ ആഗ്രഹം സഫലീകരിക്കാനായിട്ട് നിൻ്റെ ഉള്ളിലുള്ള ആ ആവേശം നീ കാത്തു സൂക്ഷിക്കുക. ഹാവ് യു ജോയിൻ സം ട്രെയിനിങ് സ്കൂൾ? ദ മാൻ എൻക്വയർഡ്. നീ ഏതെങ്കിലും ട്രെയിനിങ് സ്കൂളിൽ ചേർന്നോ? ആ വ്യക്തി ചോദിച്ചു. തരുൺസ് സ്മൈൽ ഫെയ്ഡഡ് ആൻഡ് ഹി സീംഡ് ഡിസ്ട്രോട്ട്. പെട്ടെന്ന് തന്നെ തരുണിൻ്റെ ആ ചിരി, മുഖത്തെ പുഞ്ചിരി മങ്ങി. ഹി ബിക്കേം വെരി സാഡ്. വളരെയധികം ദുഃഖം തോന്നി. ഡിസ്ട്രോട്ട് എന്ന് വെച്ചാൽ എന്താ? വെരി സാഡ്. ഹെ ട്രെയിനിങ് സ്കൂൾ ഈസ് വെരി എക്സ്പെൻസീവ് സർ ആൻഡ് ഐ ആം അൺഎംപ്ലോയിഡ് സെഡ് തരുൺ. അപ്പോൾ തരുൺ എന്ത് ചോദിച്ചു? പറഞ്ഞു, ഒരു ട്രെയിനിങ് സ്കൂൾ എന്ന് പറഞ്ഞാൽ വളരെ ചിലവ്. ട്രെയിനിങ് സ്കൂളിലൊക്കെ പോയി ഇൻറ്റൻസീവ് തീവ്ര പരിശീലനം നേടുക എന്ന് പറഞ്ഞാൽ വളരെ ചിലവേറിയ കാര്യമാണ്. ഞാനൊരു ഉദ്യോഗരഹിതനാണ്, അൺഎംപ്ലോയിഡ് ആണെന്ന് തരുൺ പറഞ്ഞു. ഫീലിംഗ് ഹാപ്പി ദാറ്റ് ഹി വുഡ് ജോക്ക് ഈവൺ ഇൻ ദീസ് സർക്കംസ്റ്റാൻസസ്. ഇങ്ങനെയുള്ള സന്ദർഭത്തിലും എനിക്ക് തമാശ പറയാൻ കഴിവുണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് തരുൺ പറഞ്ഞത്.
ബട്ട് രാം നാരായൺ സീംഡ് പ്രിറ്റി സീരിയസ്. എന്നാലോ രാം നാരായണൻ എന്ന് വെച്ചാൽ വെരി സീരിയസ്. ഹി വാസ് വെരി സീരിയസ്. അയാൾ കാര്യമായിട്ട് തന്നെയാണ് ചോദിച്ചത്. ഐ വിൽ ട്രെയിൻ യു ഇഫ് യു വാണ്ട്. നിനക്ക് വേണമെങ്കിൽ ഞാൻ നിന്നെ പരിശീലിപ്പിക്കാം. ബട്ട് ഐ പുട്ട് ഫോർവേഡ് എ കണ്ടീഷൻ. ഞാനൊരു വ്യവസ്ഥ നിനക്ക് മുമ്പിൽ വെക്കുകയാണ്. നിന്നെ പരിശീലിപ്പിക്കണമെങ്കിൽ ഒരു വ്യവസ്ഥ ഉണ്ട്. വാട്ട്സ് യുവർ കണ്ടീഷൻ? തരുൺസ് വോയിസ് ഷോഡ് ക്യൂരിയോസിറ്റി ആൻഡ് ആങ്സൈറ്റി. ജിജ്ഞാസയോടുകൂടി തരുൺ ചോദിച്ചു, എന്താണ് താങ്കളുടെ ആ വ്യവസ്ഥ? ദർ ഈസ് എ റേസ് ഓൺ ചിൽഡ്രൻസ് ഡേ അറ്റ് ദ നെഹ്റു സ്റ്റേഡിയം. ശിശുദിനത്തിൻ്റെ അന്ന് നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരു മത്സരമുണ്ട്. ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് ആർ കോമ്പീറ്റിംഗ് ദെയർ. നിൻ്റെ പ്രായത്തിലുള്ള കുട്ടികളാണ് അവിടെ പങ്കെടുക്കുന്നത്. ഇഫ് യു പാർട്ടിസിപ്പേറ്റ് ആൻഡ് വിൻ ദാറ്റ് റേസ്, നീ ആ മത്സരത്തിൽ പങ്കെടുക്കുകയും നീ ജയിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഐ പ്രോമിസ് ഐ വിൽ സ്റ്റാർട്ട് ട്രെയിനിങ് യു സെറ്റ് രാം നാരായൺ. നീ ആ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുകയാണെങ്കിൽ നിന്നെ പരിശീലിപ്പിക്കാമെന്ന് ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു, ഞാൻ പ്രോമിസ് ചെയ്യുന്നു. രാംനാരായണൻ ആരോട് പറഞ്ഞു? തരുണിൻ്റെ അടുത്ത് പറഞ്ഞു. ദറ്റ് ഈസ് നോ ബിഗ് ഡീൽ. അതൊരു വലിയ കാര്യമൊന്നുമല്ല. ഐ ക്യാൻ ഡു ഇറ്റ്. എനിക്ക് കഴിയും. കോൺടൈ, എന്നെക്കൊണ്ട് പറ്റില്ലേ? തോട്ട് തരുൺ സ്വയം ചിന്തിച്ചു. പിന്നെയോ ഐ വിൽ സർ. അപ്പോൾ പറഞ്ഞു, ശരി സർ, ഞാനത് ചെയ്തിരിക്കും. ഹി ഹേർഡ് ഹിംസെൽഫ് സേയിങ് വിത്ത് കംപ്ലീറ്റ് കൺവിക്ഷൻ, ഫൈൻ ബോയ്, ഇറ്റ് ഈസ് മൈ ജോബ് ടു ഗെറ്റ് യു എൻട്രി ഇൻ ദ റേസ് ആൻഡ് റിമെമ്പർ യുവേഴ്സ് ടു വിൻ ഇറ്റ്. ഇനി എൻ്റെ ജോലി, ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി ടു ഗെറ്റ് ആൻ എൻട്രി പാസ് ആൻ അഡ്മിഷൻ ഫോർ യു. നിനക്ക് വേണ്ടി അവിടെ ഒരു എൻട്രി പാസ് തയ്യാറാക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. നിൻ്റെ ജോലി എന്തെന്ന് വെച്ചാൽ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുക എന്നതാണ്. ടെൽ മീ വാട്ട്സ് യുവർ നെയിം? ആസ്ക് രാംനാരായൺ. രാംനാരായൺ ചോദിച്ചു, നിൻ്റെ പേരെന്താണ്? തരുൺ കപൂർ സർ. അപ്പോൾ ഇവൻ പറഞ്ഞു, മുഴുവൻ പേര് പറഞ്ഞു, തരുൺ കപൂർ ആണ് എന്ന്. തരുൺ, I will meet you here after 5 days to give you your participation card. അപ്പോൾ നമ്മളിനി 5 ദിവസങ്ങൾക്ക് ശേഷമേ കാണുകയുള്ളൂ. നിനക്ക് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള പാർട്ടിസിപ്പേഷൻ കാർഡുമായിട്ട് ഞാൻ വരാം. ഓൺ ദ വേ ഹോം തരുൺ തോട്ട്. വീട്ടിൽ പോകുന്ന വഴിക്ക് അവൻ ചിന്തിച്ചു, that if his father had not scolded him, അച്ഛൻ എന്നെ ചീത്ത പറഞ്ഞില്ലായിരുന്നെങ്കിൽ, ടെർമിനൽ എക്സാമിനേഷന് ഞാൻ തോറ്റു എന്ന് കരുതി അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞില്ലായിരുന്നെങ്കിൽ, ഹി വുഡൻറ്റ് ഹാവ് ഗോട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി. തരുൺ അവിടേക്ക് വരികയുമില്ലായിരുന്നു, പാർക്കിന് ചുറ്റും ഓടുകയും ചെയ്യില്ലായിരുന്നു, രാംനാരായണനെ കണ്ടുമുട്ടുകയും ചെയ്യില്ലായിരുന്നു. ഇങ്ങനെ ഒരവസരം അവന് ലഭിക്കുകയും ഇല്ലായിരുന്നു എന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് തരുൺ ചിന്തിച്ചു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേറൊരു വർക്കുണ്ട്. എന്താണ്? യു ഹാവ് ടു കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ തരുൺ ആൻഡ് രാംനാരായൺ. രാംനാരായണനും തരുണും തമ്മിലുള്ള ഒരു സംഭാഷണം നിങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. ഹു ഈസ് യുവർ കോച്ച്? ആരാണ് ചോദിക്കുന്നത്? നിൻ്റെ പരിശീലകൻ ആരാണ് എന്ന്? യെസ്, രാംനാരായൺ. അപ്പോൾ തരുൺ എന്തായിരിക്കും അതിന് മറുപടി പറയുന്നത്? തരുണിന് കോച്ചുണ്ടോ? ഇല്ല. പരിശീലിപ്പിക്കാൻ ആളുണ്ടോ? ഇല്ല. അപ്പോൾ സർ, ഐ ഹാവ് നോ കോച്ച് എന്നായിരിക്കും അവൻ മറുപടി പറയുന്നത്. തിരിച്ചോ, നോ പ്രൊഫഷണൽ ട്രെയിനിങ് യെറ്റ്, ഐ വിൽ ട്രെയിൻ യു ഇഫ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നിർത്തുകയാണ്. ഞാൻ നിന്നെ പരിശീലിപ്പിക്കാം. എങ്ങനെയാണെങ്കിൽ പരിശീലിപ്പിക്കാം? ഇഫ് യു പാർട്ടിസിപ്പേറ്റ് ആൻഡ് വിൻ ദ റേസ് വിച്ച് ഈസ് ഗോയിങ് ടു ബി ഹെൽഡ് അറ്റ് ദ നെഹ്റു സ്റ്റേഡിയം ഓൺ ദ ചിൽഡ്രൻസ് ഡേ. ചിൽഡ്രൻസ് ഡേയുടെ അന്ന് നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കാനിരിക്കുന്ന മത്സരത്തിൽ നീ പങ്കെടുത്ത് ജയിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ പരിശീലിപ്പിക്കാമെന്ന് ആര് പറയുന്നു? രാംനാരായൺ പറയുന്നു. അപ്പോൾ തരുൺ അതിന് റിപ്ലൈ പറയാണ്, സർ, ഐ വിൽ ഡു ഇറ്റ്. അങ്ങനെ ആ കോൺവെർസേഷൻ അവിടെ അവസാനിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ജോലി എന്താണെന്ന് വെച്ചാൽ, യു ഹാവ് ടു പ്രിപ്പയർ ദ കോൺവെർസേഷൻ, യു ഹാവ് ടു റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ തരുൺ ആൻഡ് രാംനാരായൺ. ഇനി അതിൻ്റെ താഴെ ഒരു ചോദ്യമുണ്ട്. വാട്ട് മെയ്ഡ് രാംനാരായൺ സേ ദാറ്റ് ഇറ്റ് വാസ് ഹിസ് ജോബ് ടു ഗെറ്റ് തരുൺ എൻട്രി ഇൻ ദ റേസ്? എന്താണ്? ബിക്കോസ് തരുൺ എക്സ്പ്രസ്ഡ് ഹിസ് സ്ട്രോങ് വിൽ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ റേസ്. അതായത് ആ മത്സരത്തിൽ പങ്കെടുക്കണം എന്നുള്ള
തീവ്രമായ അഭിലാഷം തരുൺ അറിയിക്കുന്നു. അപ്പോൾ രാംനാരായൺ വിചാരിക്കുന്ന എന്താണ്, ഇത് എൻ്റെ ജോലിയാണ്, അവന് വേണ്ട പാർട്ടിസിപ്പേഷൻ കാർഡ് സംഘടിപ്പിച്ച് കൊടുക്കുക എന്നുള്ളത് എൻ്റെ ജോലിയാണെന്ന് രാംനാരായൺ ചിന്തിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അടുത്ത ക്ലാസ് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ.